നമസ്കാരം, KH ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റം ഇതേ രീതിയിൽ തുടർന്നാൽ ഹോട്ടൽ ഉടമകൾക്ക് ഭക്ഷണവില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം. വെളിച്ചെണ്ണ, തേങ്ങ, ബിരിയാണി അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. പ്രവർത്തന ചെലവ് പോലും ലഭിക്കാത്ത കടബാധ്യതകൾ മൂലം ഹോട്ടൽ ഉടമകൾ ആത്മഹത്യ ചെയ്യുന്നു. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഹോട്ടൽ ഉടമകൾക്കുള്ളത്. വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ സർക്കാർ കാര്യക്ഷമമായി വിപണിയിൽ ഇടപെടണം. ജനജീവിതം ദുസ്സഹമാക്കുന്ന അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ നിസ്സംഗത ആശ്ചര്യപ്പെടുത്തുന്നു. PCB നിയമങ്ങളുടെ പേരിൽ വലിയ പിഴ ചുമത്തി നോട്ടീസ് നൽകിക്കൊണ്ട് ഉദ്യോഗസ്ഥർ ഹോട്ടൽ ഉടമകളെ ബുദ്ധിമുട്ടിക്കുന്നു. PCBയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക, ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രതിഷേധ ധർണ സംസ്ഥാനത്ത് നടത്തുവാനും അവശ്യ സാധന വിലക്കയറ്റം പിടിച്ചു നിർത്തുക, PCB നിബന്ധനകൾ ലഘൂകരിക്കുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുവാൻ ഗോവയിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KP ബാലകൃഷ്ണ പൊതുവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഗോവ ചാപ്റ്റർ ഹെഡ് പ്രഹ്ലാദ് ശുക്താക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി G. ജയപാൽ, ട്രഷറർ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഔദ്യോഗിക ചാനലായ കേരള ഹോട്ടൽ ന്യൂസ് നാഷണൽ വാർത്താ ചാനൽ ആരംഭിച്ചു. ഗോവയിൽ വെച്ച് നടത്തപ്പെട്ട KHRA സംസ്ഥാന എക്സിക്യൂട്ടീവിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KP ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി G. ജയപാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ വാർത്തകൾ ലഭ്യമാകുന്നതാണ്. hindi.khnews.live, kannada.khnews.live, tamil.khnews.live, telugu.khnews.live ഈ വെബ്സൈറ്റ് അഡ്രസ്സുകളിൽ ദേശീയ വാർത്തകൾ ലഭ്യമാണ്. KHRA സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദഭവൻ, മുൻ സംസ്ഥാന പ്രസിഡന്റും ഉപദേശക സമിതി ചെയർമാനുമായ മൊയ്തീൻ കുട്ടി ഹാജി, കേരള ഹോട്ടൽ ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ ബിബിൻ തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോട്ടയം വൈക്കത്തിനടുത്ത് കാട്ടിക്കുന്നിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം തീരത്തടിഞ്ഞു. പാണാവള്ളി സ്വദേശി കണ്ണൻ എന്ന സുമേഷിന്റെ മൃതദേഹമാണ് തീരത്തടിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയവരുടെ വള്ളം അപകടത്തിൽപ്പെട്ടത്. 23 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. ഇതിൽ 22 പേരെയും രക്ഷപ്പെടുത്തിയിരുന്നു. കാണാതായ സുമേഷിനായി പ്രദേശത്ത് 2 ദിവസമായി തിരച്ചിൽ നടക്കുകയായിരുന്നു. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ വൻ അഴിച്ചുപണിയുമായി സർക്കാർ. തൊഴിൽ വകുപ്പിൽ നിന്ന് K. വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊണ്ടുവന്നു. 4 ജില്ലകളിൽ കളക്ടർമാരെയും മാറ്റി. ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരയെ കൃഷി വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ V. സാമുവലിനെ ജലഗതാഗത വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. ദേവികുളം സബ് കളക്ടർ VM. ജയകൃഷ്ണനെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD ആക്കി. തൊഴിലുറപ്പ് പദ്ധതി ഡയറക്ടറായി കോട്ടയം സബ് കളക്ടർ D. രഞ്ജിത്തിനെ മാറ്റി നിയമിച്ചു. ലൈഫ് മിഷൻ CEO ആയി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയെ മാറ്റി നിയമിച്ചു. അജിത് സിംഗ് ഒറ്റപ്പാലം, അതുൽ സാഗർ മാനന്തവാടി, ആയുഷ് ഗോയൽ കോട്ടയം, VM. ആര്യ ദേവികുളം, S. ഗൗതം രാജ് കോഴിക്കോട്, ഗ്രാന്തി സായി കൃഷ്ണ ഫോർട്ട് കൊച്ചി, സാക്ഷി മോഹൻ പെരിന്തൽമണ്ണ എന്നിവരാണ് പുതിയതായി സബ് കളക്ടറായി ചുമതലയേൽക്കുന്നത്. പാലക്കാട് വെള്ളക്കെട്ടിൽ വീണ് 4.5 വയസ്സുകാരന് ദാരുണാന്ത്യം. കിഴക്കഞ്ചേരി ജോമോന്റെ മകൻ ഏബൽ ആണ് മരിച്ചത്. തരിശുഭൂമിയിൽ ഉപയോഗശൂന്യമായി കിടന്ന വെള്ളക്കുഴിയിൽപ്പെട്ടാണ് കുട്ടി മരിച്ചത്. കളിക്കുന്നതിനിടെ കുട്ടി വെള്ളക്കുഴിയിൽ അകപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സമപ്രായക്കാരനായ മറ്റൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് നടത്തിയ പരിശോധനയിലാണ് കുഴിയിൽ അകപ്പെട്ട കുട്ടിയെ കണ്ടെത്തിയത്. ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ കൊച്ചിയിൽ ദമ്പതികൾ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി ശ്വേതയും ഭർത്താവ് കൃഷ്ണദാസുമാണ് പിടിയിലായത്. കൊച്ചിയിലെ പ്രമുഖ IT വ്യവസായിയുടെ പരാതിയിലാണ് സെൻട്രൽ പോലീസ് പ്രതികളെ പിടികൂടിയത്. IT വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തയാളാണ് ശ്വേത.
രഹസ്യമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് IT വ്യവസായിയിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം നടത്തിയത്. 30 കോടി രൂപയാണ് പ്രതികൾ വ്യവസായിയോട് ആവശ്യപ്പെട്ടത്. വ്യവസായി 50,000 രൂപ പണമായി കൈമാറി. തുടർന്ന് 10 കോടിയുടെ 2 ചെക്കുകൾ വീതം നൽകി. ബാക്കി 10 കോടി ബാങ്ക് വഴി അയക്കുമെന്നും പറഞ്ഞു. തുടർന്നാണ് വ്യവസായി പോലീസിൽ പരാതി നൽകിയത്. ശ്വേതയുടെയും ഭർത്താവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് കൊച്ചി സെൻട്രൽ പോലീസ് അറിയിച്ചു. മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനമിടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം പെരുങ്കടവിളയിൽ ആണ് സംഭവം. പോലീസ് ട്രെയിനിംഗ് കോളേജിലെ ഡ്രൈവർ അനീഷ് ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തെള്ളുംകുഴി സ്വദേശികളായ സജീവ്, ഭാര്യ ആതിര എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലാണ് നിയന്ത്രണം തെറ്റിയ കാർ വന്നിടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ദമ്പതികൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഹൈദരാബാദിലെ ഒരു ഫാം ഹൗസിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം 11 കോടി രൂപ പിടിച്ചെടുത്തു. YSR കോൺഗ്രസ് ഭരണകാലത്ത് നടന്നതായി ആരോപിക്കപ്പെടുന്ന ആന്ധ്രാപ്രദേശ് മദ്യ കുംഭകോണവുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെ റഷ്യയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെയാണിത്. വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായത്. അലാസ്ക, ഹവായ്, ന്യൂസിലൻഡിന് തെക്ക് തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. ഹൊണോലുലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ജപ്പാനിലെ ഫുകുഷിമ ആണവ നിലയം ഒഴിപ്പിച്ചു. എത്രത്തോളം നാശനഷ്ടമുണ്ടായെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.